ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇലയടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് പാനിയാക്കി എടുത്താലേ അത് അരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കരയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓണാക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇതൊന്ന് പാനിയായിട്ട് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കുറച്ചും കൂടി ഇതാന്ന് ശർക്കരയൊക്കെ ഒന്നും കൂടി ഉരുകി വരാനായിട്ടുണ്ട്. ഇതായിപ്പോൾ ശരിക്കും നല്ല ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പഴമാണ്. ഇതാ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പഴമാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ തൊലിയെല്ലാം കറുത്തുപോയി. ഇനി ഇതാരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു പുതിയൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന്. ഒരു അടയൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കപ്പിന് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പഴത്തിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ പഴം അവിടെ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പോൾ പഴം ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പഴത്തിലുള്ള വെള്ളവും പിന്നെ ശർക്കര പാനിയും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഴവും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ ജ്യൂസും ശർക്കരപ്പാനിയും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്പൂണ് വെച്ചതായി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടയുണ്ടാക്കാനായിട്ടുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അസിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും കൂടിയാണ് ഞാൻ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല, വെറും ജീരകം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റൗ വീണ്ടും ഓണാക്കിയതിന് ശേഷം നമ്മൾക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അട ഒന്നും കൂടി ഹെൽത്തി ആവാനും പിന്നെ ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാവ് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. കൈയൊന്നും നനയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത്തിരി പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഓരോ സ്പൂൺ വീതം നമുക്ക് ഒരു ഇലയിൽ എടുത്ത് വെച്ച് അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി അടയൊന്ന് ഷേപ്പാക്കി എടുക്കാം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളുടെ അട ഇവിടെ ഏകദേശം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇല ഇതുപോലെയൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ
ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. വേറെ ഒരു ഇലയും കൂടി എടുത്തു വെച്ച് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇലയൊന്ന് നനച്ച് കൊടുത്ത് ഒരു സ്പൂൺ മാവിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഇല എടുത്ത് വെച്ച് അതിലേക്ക് മാവിട്ട് കൊടുത്ത് കൂടുതൽ പരത്താതെ തന്നെ നടുവിൽ മാത്രമായിട്ട് മാവ് എടുത്ത് വെച്ച് 2 വശങ്ങളിലായിട്ട് ആദ്യം മടക്കി കൊടുക്കണം. പിന്നെ അടുത്ത 2 സൈഡും കൂടി ഇല മടക്കി വെച്ച് ഒരു പൊതിഞ്ഞ രൂപത്തിലാണ് ഞാനിപ്പോൾ ഇത് മടക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെയുണ്ട്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു ഇല എടുത്തു, എന്നിട്ട് ചെറുതായി ഒന്ന് കൈ നനച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് മാവ് വെച്ച് കൊടുത്തു. കൂടുതൽ പരത്താതെ തന്നെ 2 സൈഡിലും ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ അടുത്ത 2 സൈഡും കൂടി മടക്കിയിട്ട് ഒരു പൊതിഞ്ഞ രൂപത്തിലാണ് നമ്മളിപ്പോൾ ഈ അട എടുത്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോരോ ഇല എടുത്ത് അതിലേക്ക് മാവൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ അടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഇവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു സ്റ്റീമർ ആദ്യം ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് അടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോരോ അടകളായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അട പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ 2 സൈഡ് മടക്കിയിട്ടും പിന്നെ ഒരു പൊതിഞ്ഞ രൂപത്തിലുമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ അടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പിട്ടിട്ടൊന്ന് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അട വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അടകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി നോക്കണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ബൈ.